ഹരി ശ്രീ ഗണപതയെ നമ. അഭിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണ്യം പ്രപദ്ധ്യേ. ഓം നമ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ്. ഈ ജ്യോതിശാസ്ത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് എന്ന വലിയൊരു ബൃഹത്തായ ഒരു ശാഖയാണ്, ഒരു സയൻസാണ് ജ്യോതിശാസ്ത്രം. അതിൻ്റെ അകത്ത് എന്തെല്ലാമാണ് ഉള്ളത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തെ മൂന്നായിട്ട് പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നു: ഗണിതം, ഹോര, സംഹിത. ഈ ഗണിതത്തിനെ പിന്നെയും രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതാണ് ഗോളം, ഗണിതം. രണ്ടാമത്തെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ഹോര. ആ ഹോരയെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു: ജാതകം, പ്രശ്നം, മുഹൂർത്തം. പിന്നെ മൂന്നാമത്തെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് സംഹിത. അതിന് പ്രധാനമായിട്ടും ഉള്ളത് നിമിത്തം എന്ന് പറയുന്ന ഭാഗമാണ് ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം നോക്കാം ഗണിതം. ഗണിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ജ്യോതിശാസ്ത്രപരമായിട്ട് ഗണിതം എന്ന് പറയുന്ന ഭാഗത്തിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കാം. ഗണിതത്തിൽ ചില കണക്കുകളാണ് പ്രധാനമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ അതത് ദിവസത്തെ കലിദിന സംഖ്യ വരുത്തുക, അത് പഞ്ചാംഗത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്രഹങ്ങളുടെ സ്ഫുടം കണ്ട് രാശിസ്ഥാനം നിർണ്ണയിക്കുക, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങിയവ ഗണിക്കുക, ഗ്രഹങ്ങളുടെയും ലഗ്നത്തിൻ്റെയും ഭാവത്തിൻ്റെയും ബലം നിർണ്ണയിക്കുക, ഗ്രഹങ്ങളുടെ നക്ഷത്രസ്ഥിതിയും ത്രുടി മുതൽ പ്രളയം വരെയുള്ള കാലഗണനയും, വർഷം, അയനം, ഋതു, മാസം, പക്ഷം, വാരം, ദിവസം, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം തുടങ്ങിയവയും, ഗുളികസ്ഥിതി, രാഹുകാലം തുടങ്ങിയവയും കാണുക. ഇവയെല്ലാം ഗണിതത്തിൽപ്പെടുന്നതാണ്. കൂടാതെ ഭാവസ്ഫുടം, ഭാവ അന്ത്യങ്ങൾ, അയനാംശം, അക്ഷങ്ങൾ മുതലായവയെല്ലാം കണ്ടെത്തുന്നതെല്ലാം ജ്യോതിശാസ്ത്രത്തിൽ ഗണിതത്തിൻ്റെ പാർട്ടിൽ വരുന്നതാണ്. ഈ ഗണിതത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് ഗോളം എന്ന് പറയുന്നത്. ഗോളത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് ഗ്രഹങ്ങളുടെ വലിപ്പവും രാശിമണ്ഡലത്തിൽ അവയുടെ സ്ഥിതിയുമാണ്. രാശിചക്രം എന്താണ്, മണ്ഡലം എന്താണെന്ന് ഇനിയുള്ള വീഡിയോയിലാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇനിയുള്ള തുടർന്നുള്ള വീഡിയോകളിലാണ് പറയുന്നത്. ഇത് എന്താണ്, ഒരു ജ്യോതിശാസ്ത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ഈ ഒരു ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗോളത്തിൽ പറയുന്നത് ഗ്രഹങ്ങളുടെ വലിപ്പവും രാശിമണ്ഡലത്തിലെ അവയുടെ സ്ഥിതിയും, ഗ്രഹങ്ങളുടെ ചലന പരിമാണവും പരിക്രമണ സിദ്ധാന്തങ്ങളും, ഗ്രഹങ്ങളുടെ പ്രത്യേക സ്വഭാവങ്ങളും പരസ്പര ബന്ധങ്ങളും ഇവയൊക്കെയാണ് ഗോളത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഘോരയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ജാതകം, പ്രശ്നം, മുഹൂർത്തം എന്നിങ്ങനെ ഘോരയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ജാതകം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത നിമിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി രേഖപ്പെടുത്തി ആ നിമിഷത്തിൽ നടന്ന സംഭവത്തിൻ്റെ ഭാവിയിലെ എല്ലാ കാര്യങ്ങളെയും തുടർച്ചയായി ചിന്തിക്കുന്നതാണ് ജാതകം. ഈ ജാതകത്തിൽ പ്രധാനമായിട്ടും രാശി സ്വഭാവവും ഫലവും, ഗ്രഹസ്വഭാവവും കാരകത്വവും, ഓരോ ഭാവങ്ങളുടെ ഫലങ്ങൾ, ആയുഷ്ചിന്ത, ഇഷ്ട അനിഷ്ട അനുഭവ ചിന്ത, ഗോചരഫലം ഇവയെല്ലാം ഒരു ജാതകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹോരയുടെ രണ്ടാമത്തെ ഭാഗമാണ് പ്രശ്നമെന്ന് പറയുന്നത്. ജാതകം ഗണിക്കുവാൻ സാധ്യമല്ലാത്തവർക്കും ജനന സമയം നിശ്ചയമില്ലാത്തവർക്കും ഫലപ്രവചനത്തിന് സഹായിക്കുന്ന രീതിയാണ് പ്രശ്നം. ഒരു അസ്ട്രോളജറെ സമീപിക്കുന്ന പ്രശ്നകർത്താവിൻ്റെ ഭാവി പ്രവചനം എങ്ങനെ നടത്താം എന്നുള്ളതാണ് പ്രശ്നത്തിൽ നമ്മൾ പറയുന്നത്. ഈ പ്രശ്നത്തിൽ പ്രധാനമായിട്ടും ശകുനങ്ങൾ, നിമിത്തങ്ങൾ, അതേപോലെ ഉദയരാശി എന്താണ്, ആരൂഢരാശി എന്താണ്, ഛത്രരാശി എന്താണ്, ഈ പൃഷ്ടാവിൻ്റെ ജ്യേഷ്ഠകൾ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നം എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഇനി മൂന്നാമത്തേതാണ് ഹോരയുടെ മൂന്നാമത്തെ പാർട്ടാണ് മുഹൂർത്തം. ഒരു സംഭവം നടന്ന നിമിഷത്തിൻ്റെ ഭാവി ഫലപ്രവചനമാണ് ജാതകമെങ്കിൽ ഒരു സംഭവത്തിൽ ഏറ്റവും നല്ല തൽക്കാല സമയം കണ്ടെത്തുകയാണ് മുഹൂർത്തത്തിൽ ചെയ്യുന്നത്.
അപ്പം ഇതിലെ പ്രധാനമായിട്ടും മുഹൂർത്തത്തിലെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെയും രാശികളുടെയും സ്വഭാവങ്ങളും ഗുണദോഷങ്ങളും കാരകത്വങ്ങളും അവയുടെ ഫലദാന ശേഷിയെക്കുറിച്ചും ചിന്തിക്കുക. നവദോഷങ്ങൾ എങ്ങനെ ഗണിച്ച് നല്ല സമയം കണ്ടെത്താം. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത മുഹൂർത്ത ഗണന. ഓരോ ആവശ്യത്തിനും വിവാഹത്തിന് മുഹൂർത്തം എടുക്കുന്നത് പോലെയല്ല ഗ്രഹ ആരംഭത്തിന് മുഹൂർത്തം എടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഓരോ ആവശ്യങ്ങൾക്കും എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ മുഹൂർത്തങ്ങൾ ഗണിക്കുക എന്നതാണ് ഹോരയിലെ മൂന്നാമത്തെ പാർട്ടായ മുഹൂർത്തത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പാർട്ടാണ് സംഹിത എന്ന് പറയുന്നത്. ഈ സംഹിതയിൽ പ്രധാനമായിട്ടും നിമിത്തങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നിമിത്തവും യാദൃശ്ചിക സ്വഭാവങ്ങളുടെ വിശകലനവും അല്ലെങ്കിൽ ജനതയുടെ വൃത്തിക്ഷയങ്ങൾ, കാലാവസ്ഥ, മൃഗങ്ങളും പക്ഷികളും മരങ്ങളും രത്നം, ജലം തുടങ്ങിയ പ്രകൃതി വസ്തുക്കളും ഭൂമിശോധനയും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും സംഹിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ.